കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ പല്ലവിയുടെ സേതുവിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു സേതുവിന് ഒട്ടും ഇഷ്ടമല്ലെങ്കിലും സേതു പൊന്നുംപടത്തിൽ വന്ന് താമസിക്കുകയാണ്. കാരണം കർമ്മം തീരുന്നോടം വരെ അവിടെ താമസിക്കണമല്ലോ. അപ്പൊ എല്ലാരും പ്രത്യേകിച്ച് പല്ലവിയും കൂടെ പറഞ്ഞുകൊണ്ട് സേതുവിന് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ രാത്രി കിടന്നുറങ്ങണമെങ്കിൽ സേതുവിന് മദ്യത്തിന്റെ സഹായം കൂടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോ ഓർമ്മകളൊക്കെ സേതുവിന് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അങ്ങനെ സേതു നന്നായിട്ട് മദ്യപിച്ചിട്ട് വന്ന് കയറി കിടക്കുവാണ്. ഈ സമയം സാദി എന്ത് ചെയ്യാണ്, ഫോണൊക്കെ വിളിച്ചിട്ട് സാദി നേരെ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ ബെഡ്റൂമിൽ കിടന്ന് നല്ല സുഖമായിട്ട് തലയണെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണ സേതുവിനെയാണ്. ഈ കാഴ്ച കണ്ട് സാദിക്ക് അങ്ങോട്ട് അടിമുടി അങ്ങോട്ട് പെരുത്ത് കയറി കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ ശരിയാക്കി കിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സാദി അങ്ങ് ചെല്ലുവാണ്. സാദി അങ്ങ് ചെന്ന് നോക്കി, നല്ല ഉറക്കമാ, ഇയാളെ വലിച്ച് താഴേക്ക് ഇട്ടാലോ. പക്ഷെ അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ, ബെഡ് കണ്ടത്തിന് നാണമില്ലാത്തവൻ എന്നൊക്കെ സാദി പറയാണ്. പിന്നീട് സാദി 2-3 പ്രാവശ്യം അടിച്ചു. എടാ എഴുന്നേക്കടാന്ന് പറയാണ്. പക്ഷേ എങ്കില് മദ്യത്തിന് ലഹരി കിടന്നുറങ്ങണേ സേതു ഇത് വല്ലതും അറിയുന്നുണ്ടോ? സേതു പിന്നെയും കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുമോ? ഇവനെ കൊണ്ട് ഒരു സമാധാനമില്ല. മനുഷ്യന്റെ മുറിയും പോയി കിട്ടി, ഇന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാണ്. അങ്ങ് ചെന്നിട്ട് നേരെ പൂർണിമയുടെ മുറിയിലേക്ക് ചെല്ലുന്നേ. അങ്ങനെ സാദി പറഞ്ഞു, അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. എന്താ ദേ എനിക്ക് എന്നെ ഇവിടെ കിടക്കാൻ ഇപ്പൊ ഒരു മുറി പോലും ഇല്ലെന്ന് ചോദിക്കും. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞു? ദേ ഞാൻ കിടക്കുന്ന മുറിയില് അങ്ങേര് കയറി കിടക്കുവാന്ന് പറയണ. അങ്ങേരം ആര്? ഇവിടെ ഒരുത്തം വന്ന് ഇപ്പുണ്ടല്ലോ കർമ്മം ചെയ്യാനെന്നും പറഞ്ഞോണ്ട് അയാളെന്ന് പറയണം. ദേ മോളെ അങ്ങനെയൊന്നും സംസാരിക്കല്ലെന്ന് പറയാ. പിന്നെ എങ്ങനെ സംസാരിക്കണം? ദേ അയാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറയാം. അതവിടെ കിടന്ന് ഉറങ്ങട്ടെ, ഇനിയിപ്പം മോള് വിളിച്ചുണർത്താനൊന്നും പോണ്ട. അപ്പൊ ഞാൻ എന്തായി വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണോന്ന് ചോദിക്കും. മോളൊരു കാര്യം ചെയ്യാം, അമ്മയോട് കിടക്കാൻ പറയണ. വേണ്ട, എനിക്ക് എന്റെ മുറി തന്നെ കിടക്കണമെന്ന് പറയും. ഇങ്ങനെ വാശി പിടിക്കില്ലേ സ്വാതി, നീ നിനക്കറിയാലോ ഇപ്പൊ പോയി വിളിച്ചുണർത്തിയിട്ടുണ്ടെങ്കിൽ സേതു മിക്കാറ് സേതുവിന്റെ വഴിക്ക് പോകും. പിന്നെ കർമ്മം ചെയ്യാൻ പോലും ആരും ഇല്ലാതാവും. അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണ്ടേ? കുറച്ചു ദിവസം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ എന്ന് പറയാം. എനിക്ക് പറ്റില്ല എന്ന് പറയാണ് ഇവിടെ കിടക്കാൻ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് അച്ഛന്റെ മുറിയിലോ ഋതുവിന്റെ മുറിയിലോ ആരുടെയും മുറിയിൽ പോയി കിടക്കാൻ പറയണം. ഈ സമയത്ത് ഋതു അങ്ങോട്ട് വന്നേ. എന്താമ്മേ എന്താന്ന് ചോദിക്കുകയാണ്. സാദി പറഞ്ഞു, എന്താ ആകാനായിട്ടാ, എന്റെ മുറിന്ന് പറയാൻ എന്നെ ചാടിച്ചു വിട്ട അയാളെന്ന് പറയാ. വന്ന അന്ന് തന്നെ അയാൾ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പൊ എന്താ കാര്യം? എന്റെ മുറി കയറി അയാൾ കിടക്കുവാന്ന്. ഓ, ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞ അയാൾ ഇവിടെ നിർത്തേണ്ട കാര്യമില്ലെന്ന്. അപ്പോഴമ്മയ്ക്കായിരുന്നല്ലോ നിർബന്ധം. ഇപ്പൊ കണ്ടില്ലേ അയാൾ കയറി കിടക്കുന്ന എവിടെയാന്ന്? സാദിയുടെ മുറി കയറി കിടന്നു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഈ കുടുംബത്തിന്റെ അധികാരം അയാൾ പിടിച്ചെടുക്കും. അച്ഛന്റെ പേരും പറഞ്ഞ് നമ്മളെല്ലാം വീടിന് പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. പൂർണ്ണി പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യം നിങ്ങളെ കൂടെ സംസാരിക്കരുത് സ്വാതി, നിനക്കറിയാലോ. അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് നീയും കൂടെ ഇങ്ങനെ തുടങ്ങല്ലെന്ന് പറയാ. കുറച്ചൊക്കെ നീയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമല്ല അയാളെന്ന് പറയാം. അച്ഛൻ അങ്ങോട്ട് വന്നു. അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എന്തിനാ സ്വാതി നീ ഇങ്ങനെ വഴക്കുണ്ടാക്കണേ? ഇങ്ങോട്ട് വാ, എന്റെ മുറി വന്ന് കിടന്നോളാൻ പറയണ. വേണ്ട, ഞാൻ ആരുടെയും കൂടെ വരുന്നില്ല എന്ന് പറയാം. അവസാനം പൂർണിമ സാദിനെ ഒന്ന് അനുനയിപ്പിച്ച് അരിയിലേക്ക് വിളിക്കുകയാണ്. മോൾ ഇവിടെ ഇരിക്കുക, അമ്മയുടെ അടുത്ത് വന്ന് കിടക്കുക, ബാ അമ്മയ്ക്കൊരു കൂട്ടായല്ലോ എന്ന് പറയാം. അങ്ങനെ സാദിനെ ഒരു വിധത്തിൽ അവിടെ പിടിച്ച് കിടത്തുവാണ്. എന്നാലും സാദിനെ ഉള്ളെരിഞ്ഞുകൊണ്ടിരുന്നു. നാളെ നേരം വെളുത്തിട്ട് അങ്ങേർക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്ന് തീരുമാനിച്ചു. ഈ സമയത്ത് പല്ലവി ഒരു തീരുമാനം എടുത്തു. നാളെ എന്താണ് സേതുവേട്ടനെ ഒന്ന് വിളിക്കണം. ഒരു സ്ഥലം വരെ ഒന്ന് പോവാനുണ്ട്. സേതുവേട്ടനും കൂടെ കൂട്ടിക്കൊണ്ട് പോവാം, ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പല കണക്കൂട്ടുകളും നടത്തിയിട്ടാണ് പല്ലവി ഉറങ്ങാൻ കിടന്നത്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ സേതു കണ്ണു തുറക്കുവാണ്. കണ്ണു തുറന്ന് നോക്കി, ഇത് എവിടെയാ കിടക്കണേന്ന് പോലും ഒരു നിമിഷം സേതുവിനും ബോധം ഉണ്ടായില്ല. പിന്നെ പെട്ടെന്ന് ഓർത്തെ, ഓഹ് ഇത് അവിടെയാണല്ലോ, പൊന്നുമടത്തിലാണല്ലോ. എങ്ങനെ ഇവിടെ വന്ന് കിടന്നെന്ന് പോലും സേതുവിന് ബോധം ഉണ്ടായിരുന്നില്ല. മദ്യവെച്ചിൽ വെക്ക് കിട്ടി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. ആദ്യം കണ്ട മുറി കയറി കിടന്നുറങ്ങി, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ചു അങ്ങോട്ട് വന്നിട്ട് ഗുഡ് മോർണിംഗ് വലിയേട്ടാന്ന് പറയണം. പക്ഷെ സേതു മൈൻഡ് ഒന്നും ചെയ്തില്ല. സേതു മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പം അച്ചു എന്ത് ചെയ്യണം, ആ മുറിയിലേക്ക് കയറിയിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ചിടുവാണ്. ഈ സമയത്ത് സേതുവിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ആരായിരിക്കും പോലും ഈ രാവിലെ എന്നെ വിളിക്കണേ നോക്കി. അന്ന് എടുത്തേക്കാന്ന് ഓർത്തിട്ട് കോൾ എടുക്കുവാണ്. അപ്പൊ അങ്ങേ തലയ്ക്ക് പല്ലവിയായിരുന്നു. പല്ലവി വെച്ച്, സേതുവേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുക. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ അവിടെ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ നിന്നോർത്ത്, ഏതോ ഒരു പെൺകുട്ടിയാണല്ലോ, ആരായിരിക്കും അത്? അല്ല സേതുവേട്ടൻ എന്തൊന്നും മിണ്ടാത്തേ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ, എന്താന്ന് ചോദിക്കുക. പെട്ടെന്ന് പറഞ്ഞു, അതേ സേതുവേട്ടനല്ല ഞാനെന്ന് പറയാ. സേതുവേട്ടൻ വരുമ്പോ ഞാൻ വിളിക്കാൻ പറയാം എന്ന് പറയാം എന്നും പറഞ്ഞിട്ട്
ഫോൺ അങ്ങോട്ട് വെച്ചു. ഈ സമയത്ത് പല്ലവിക്ക് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. ആരായിരിക്കും ഫോണിൽ ഫോൺ എടുത്തേ? ഒരുപക്ഷെ സേതുവേട്ടന്റെ പെങ്ങന്മാരായാലും ആയിരിക്കോ? അവരെങ്ങനെ ഫോൺ എടുക്കോ? പറയാൻ പറ്റില്ല. അപ്പൊ സേതുവേട്ടൻ്റെ ഇലേ പോയി. അറിയത്തില്ല. ആകെപ്പാടെ ഒരു ടെൻഷനായി. ഇനിയിപ്പോ താൻ വിളിച്ച് ഇനിയിപ്പോ അവർക്ക് ഇഷ്ടപ്പെടായി വല്ലതും വരുമോ? അങ്ങനെ വരാൻ വഴിയില്ല. പിന്നീട് സേതു പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോ അച്ചു പറഞ്ഞു, അതെ ഫോൺ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു പറയണം. അല്ല ആരാ ഈ പല്ലവിന്ന് ചോദിക്കോ? ഇത് കേട്ടതും സേതു ഒന്ന് നോക്കി. അതൊക്കെ നീ എന്തിനാ അറിയണേ? അല്ല ഫോണിനകത്ത് അവളായിരുന്നു വിളിച്ചേ. ഇനി വന്നു കഴിയുമ്പോ സേതുവിനോട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു പറയാം. ഓ അതാണ്, ഞാൻ വിളിച്ചോളാം. അത് നീ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാന്ന് പറയാണ്. പിന്നീട് സേതു ഫോണെടുത്ത് പല്ലവിനെ വിളിക്കുകയാണ്. എന്താ പല്ലവി, എന്താ വിളിച്ചെന്ന് ചോദിക്കണം. ഞാൻ സേതുവാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. നാളെ ഫ്രീ ആണെന്ന് ചോദിക്കണം. അതെ, നാളെ എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. സേതുവാണ് എൻ്റെ കൂടെ വരുമോന്ന് ചോദിക്കാം. അതിനെന്താ, വരാലോ എന്ന് പറയാ. പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ഈ സമയത്ത് അച്ചു കഥകിന്റെ അവിടെ മറഞ്ഞു എന്ന് കേൾക്കുന്നത് കൊള്ളാം. അപ്പൊ എന്തോ ലൈനാന്നാ തോന്നുന്നേ. അപ്പൊ വലിയേട്ടൻ ലൈനുണ്ട്, അതാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ആ മുഖത്തെ ഭാവമൊക്കെ കണ്ടാൽ തന്നെ അറിയാം എന്തോ കാര്യം ഉണ്ടെന്നുള്ള കാര്യം. പിന്നീട് ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ട് അച്ചു അങ്ങോട്ട് പോവാണ്. ഈ സമയം ഋതു ആകെപ്പട കട്ട കയ്പിലായിരുന്നു. ഋതു നേരെ പ്രതാപനെ വിളിക്കുകയാണ്. പ്രതാപനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അങ്കിളെ എനിക്ക് പറ്റില്ല എന്ന് പറയാം ഇവിടെ നിൽക്കാൻ. അന്തമ്മളെ അങ്ങനെ പറഞ്ഞു. ദേ ആ സേതു ഉണ്ടല്ലോ, ഇന്നലെ രാത്രി നന്നായിട്ട് മദ്യപിച്ചിട്ടാ ഇവിടെ വന്നേ. പോരാത്തിന് സ്വാതിയുടെ മുറിയിൽ കിടന്നുറങ്ങി. സ്വാതിയാണ് വഴക്കുണ്ടാക്കിയിട്ടാ ഇന്നലെ കിടന്നുറങ്ങിയെന്ന് പറയാം. ഞാൻ അപ്പോഴേ ഏട്ടത്തിയോട് പറഞ്ഞ അവനെ ആ വീട്ടിൽ കയറ്റേണ്ട ആവശ്യമില്ലാന്ന്. അതെങ്ങനെയാ ഏട്ടത്തിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലോ എന്ന് പറയാം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാൻ തന്നെ ഈ വീട്ടിൽ നിന്ന് അയാള് ഞങ്ങളെ അടിച്ചിറക്കുമെന്ന് തോന്നേ. പ്രധാവനാണെങ്കിൽ എഴുതിയിൽ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. മോളെ സൂക്ഷിക്കണോട്ടോ, അവനാള് ഒരു വില്ലനാ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. മിക്കവാറും നിങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ചാൻസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് കയറിയിരിക്കുന്ന. ഇത്രയും കാലം അളിയൻ ഉണ്ടായിരുന്ന സമയത്ത് അവൻ പാത്തും പതുങ്ങി നിന്നാ. പക്ഷെ അവന്റെ തനി സ്വരൂപമൊന്നും അല്ല കേട്ടോ. സൂക്ഷിച്ചും കണ്ടും വേണം. ഞാൻ ഇതൊക്കെ ഏട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. മോളെ നീ വേണം കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട്. അറിയാലോ, ഒരു കാരണവശാലും അവനിനി അവിടെ നിർത്താൻ പാടില്ല. ഇനി കർമ്മങ്ങൾ തീരുന്നോടം വരെ നിർത്തണമെന്ന് ഏട്ടത്തി വാശി പിടിക്കുകയാണെങ്കിൽ അത്ര ദിവസം വരെ എങ്ങനെയാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, എപ്പോഴും ഒരു കണ്ണ് വേണം അവന്റെ മേലെ. അറിയാലോ, ഒരു കാര്യത്തിലും അധികാരം എടുക്കാനായിട്ട് അവനെ അനുവദിച്ചു കൂടെന്ന് പറയാം. പെട്ടെന്ന് സ്വാതി പറഞ്ഞു, ശരിയാ, ഒരു കാര്യം ചെയ്യാം, അങ്കിൾ ഇങ്ങോട്ട് വാ. അങ്കിൾ ഇങ്ങോട്ട് വന്നിട്ട് അമ്മയോടൊന്ന് സംസാരിക്കാൻ പറയാം. ശരി ശരി, ഞാൻ നോക്കട്ടെ, എനിക്കിച്ച് തിരക്കുണ്ട്, എന്നാലും ഞാൻ വരാമെന്ന് പറയണം. പിന്നീട് സേതു രാവിലെ എന്തെങ്കിലും കഴിക്കണമല്ലോ, ഫുഡ് കഴിക്കണമല്ലോ. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കറികൾ ബ്രേക്ക്ഫാസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ സേതു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിനകത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. സേതു അതെല്ലാം കൂടെ കുട്ടിയൊരു പാത്രത്തിനകത്തേക്ക് ഇട്ടു. കുറച്ച് കറി ഒഴിച്ചിട്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേണം സ്വാതിയും അങ്ങോട്ട് ഋതു എല്ലാവരും കൂടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സേതു അവിടെ ഇരുന്ന് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഈ കാഴ്ച കൊണ്ട് ഋതുവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. അവന്റെ തീറ്റ കണ്ടില്ലേ, തിന്നുന്ന കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഫുഡ് കണ്ടിട്ടില്ലാത്ത പോലെ തിന്നുന്നേ. എന്തൊരു തീറ്റയത്. ഈ സമയം സ്വാതി നമ്മളിനി എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെ ഞാൻ. അപ്പോഴാണ് പൂർണിമ അങ്ങോട്ട് വരുന്നത്. പൂർണിമച്ച് എന്താ കാര്യം നിൽക്കും. തെങ്ങ് നോക്കമ്മേ, വിശന്നിട്ട് കണ്ണ് കാണത്തില്ല. അയാൾ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടോന്ന് പറയണം. ഞങ്ങൾക്കുള്ളതും കൂടെ അയാൾ അങ്ങ് തിന്നെന്ന് പറയണം. ഒന്നും മിണ്ടാതിരിക്കേ. അവളോട് പറഞ്ഞിട്ടും ജോലിക്കാരോട് പറഞ്ഞ് അവൾ ഉണ്ടാക്കി തരില്ലേ? എന്തിനെങ്ങനെ ഈ ഫുഡിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? അതെ, ഇപ്പൊ വിശക്കണേന് ഇപ്പൊ അല്ല തിന്നണ്ടേ, പിന്നെയാണോ തിന്നുന്നേ? ഇനിയിപ്പോ ഉണ്ടാക്കി പെറുക്കി വരുമ്പോഴത്തേനും എത്ര സമയമാണെന്നാ വിചാരിച്ചോണ്ടിരിക്കണേ? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വന്നിപ്പോ ഇവിടെ ഫുഡ് പോലും കിട്ടുന്നില്ല. രാത്രിയിലാണെങ്കിലോ റൂമിലൊന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ട് അമ്മേ, ഞാൻ ഇവിടുന്ന് പോവട്ടോ എന്ന് പറയാം. പൂർണ്ണിമ, എന്താ മോളെ ഇങ്ങനെയൊക്കെ? എത്ര വട്ടം നിന്നോട് പറയണം? ഇതേ അമ്മ ഒരാൾ കാരണം ഇങ്ങനെയൊക്കെ കർമ്മം ചെയ്യാൻ ആളില്ലെന്നും പറഞ്ഞിട്ട് വിളിച്ചു കയറ്റി വെച്ചിരിക്കുന്നു. നല്ലൊരു മുതലിനെ തന്നെ വിളിച്ചു കയറ്റി വെച്ചിരിക്കുന്നത്. അതെ, ഉള്ള നേരത്തെ അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. ഞങ്ങൾ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നും ഇയാള് മദ്യവെച്ചിട്ട് ഇവിടെ വന്ന് നടന്ന് എന്റെ മുറിയിൽ കയറി കിടക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞിട്ട് സാധി അങ്ങോട്ട് പോവാം. പൂർണ്ണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെപ്പാടെ പെട്ടൊരവസ്ഥ. കാരണം പെൺമക്കളുടെ ഇടയിലും അതോടൊപ്പം തന്നെ സേതുവിന്റെ ഇടയും പെട്ട് ശരിക്കും പറഞ്ഞ പൂർണ്ണിമയാണ് ഇപ്പൊ വലയുന്നത്. കാരണം മാധവേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ സേതു തന്നെ കർമ്മം ചെയ്യണമെന്ന് പൂർണ്ണിമയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷെങ്കിൽ അച്ചുവിന് കാര്യങ്ങളൊക്കെ അറിയാം. അച്ചുവിന് മാത്രമാണ് സേതുവിനെ അംഗീകരിക്കാൻ കഴിയുന്നത്. വലിയേട്ടൻ എന്നുള്ള സ്ഥാനം അച്ചു മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. മരിക്കണതിന് മുമ്പ് അച്ചുവിന്റെ കൈ പിടിച്ചിട്ടാണ് മാധവമേനൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അച്ചുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളിലുണ്ട്. അത് പുറത്തു പറയാൻ പാടില്ലാത്ത എന്തോ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പ്രതാപന് വീട്ടിലേക്ക് കയറി വന്നിട്ട്
ഋതുവിന്റെ മനസ്സിലും സ്വാതിയുടെ മനസ്സിലും എരിപൊരി കയറ്റി വിടുന്നുണ്ട്. അവൻ ഇവിടുന്ന് അടിച്ചു ഓടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയ അവസരം അയാൾ നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. അങ്ങനെ സേതുവിനെ അടിച്ചോടിച്ചാൽ മാത്രമല്ലേ അയാൾക്ക് ഇനി ഇവിടെ അധികാരം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ കണ്ട സ്വത്തുവകകളൊക്കെ തന്റെ പേരിലേക്കാക്കി ഇവരെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു മോഹമാണ് പ്രതാപന്റെ ഉള്ളിലുള്ള. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.